വന്നിരുന്നേ? ഒരു കാര്യം പറയട്ടെ. എന്താണ് ചേട്ടാ പറ. എടി ഞാന് ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ അമ്മ ചേച്ചിന്റെ പുതിയ വീടുണ്ടല്ലോ, അവിടെ പന്തലിട്ടിരിക്കണ കണ്ട്. അപ്പൊ അവരുടെ വീടിന്റെ വർക്കൊക്കെ കഴിഞ്ഞാ? ആ, എല്ലാ വർക്കും കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്ത് നമ്മളെ മാത്രം പേതാമസം വിളിക്കാഞ്ഞത്? നമ്മളെ മറന്നുപോയതായിരിക്കോ? അങ്ങനെ നമ്മൾ അവര് മറക്കോ? എടി ആ ഫോണ് അടിക്കുന്നുണ്ട്, അത് വൈബ്രേറ്റ് ആവുന്നുണ്ട്, അതൊന്നും എടുത്തേ. ചേട്ടാ ഇത് അമ്മണി ചേച്ചിയാണ്. ആ, ചിലപ്പോ അതിനായിരിക്കും അല്ലേ. ഹലോ ബിനു അല്ലേ? അതെ, അമ്മണി ചേച്ചി പറഞ്ഞോളൂ. ഞാനേ വീടിന്റെ പേരതാമസം വിളിക്കാൻ വേണ്ടി വിളിച്ചതാണേ. തിരക്കില് വിട്ടുപോയി വിളിക്കാനായിട്ട്, അതാണ് ട്ടാ. അത് കുഴപ്പമില്ല ചേച്ചി, ഇപ്പോഴെങ്കിലും വിളിച്ചല്ല. ആ, അത് മതി. എന്നാലേ മറക്കണ്ട, മറ്റന്നാളാണ് പേരതാമസം. നീ ഭാര്യേനെയും കൊച്ചിനെയായിട്ട് നാളെ വൈകുന്നേരം തന്നെ എത്തണം. അതിനെന്താ ചേച്ചി, ഞങ്ങള് നാളെ തന്നെ എത്താം. എന്നാ ഓക്കെ, നാളെ കാണാം. അതെ, നമ്മുടെ ഇവിടുത്തെ കല്യാണത്തിന് 500 രൂപയാണ് അവര് തന്നത്. അത് തിരിച്ചു കിട്ടാനാണ് ഈ അവസാന സമയത്ത് നമ്മളെ വിളിച്ചതേ. ആ, അതെനിക്കും തോന്നുന്നുണ്ട്. അറുപി ശിക്കത്തിയാണ് അമ്മണി ചേച്ചി. ഇങ്ങനെ ഉണ്ടാ മനുഷ്യര്? നമ്മളിപ്പോ എന്ത് ചെയ്യാനല്ലേ. എടി ഇതേ അമ്മണി ചേച്ചി വീണ്ടും വിളിക്കണ്ടല്ലോ, എന്തിനാന്ന് നോക്കട്ടെ. ഹലോ അമ്മണി ചേച്ചി, എന്താണ് വീണ്ടും വിളിച്ചത്? എന്തു പറ്റി? അതെ, നീ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങളെ എന്നെപ്പറ്റി പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് ഫോൺ കട്ടായിട്ടുണ്ടായിരുന്നില്ല. അയ്യോ. അതെ ബിനു, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്നെപ്പറ്റി കുശുമ്പ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ട്. നിങ്ങൾ രണ്ടാളും നാളെ തന്നെ എത്തിയേക്കണം. വരുമ്പോൾ 5ൻ്റെ പൈസയും വേണ്ട, ഗിഫ്റ്റും വേണ്ട, ഒരു സാധനവും വേണ്ട. നിങ്ങൾ കയ്യും വീശി വന്നാൽ മതി. എടി നീ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഫോണ് കട്ടായിട്ടുണ്ടോ എന്നും കൂടി നോക്കണേ. നമുക്ക് പെട്ടിന്റെ പണി കിട്ടില്ല ദൈവേ.